ഹലോ എവരിവൺ, വെൽക്കം ടു ബെൻസിൽ JRF റാങ്ക് ബൂസ്റ്റർ സീരീസ്. അപ്പോൾ നമ്മൾ ഈ സീരീസിലൂടെ നെറ്റ് JRF എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ കൺസെപ്റ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ റീസെൻറ്റ് ഇയേഴ്സിൽ നെറ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ടു സ്റ്റാർട്ട് വിത്ത്, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ് തിയറി എന്ന മൊഡ്യൂളിൽ നിന്നുകൊണ്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ക്വസ്റ്റ്യൻ, ഒന്ന് വായിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? കൺസിഡർ എ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എ ഓഫ് ദ വാട്ടർ മോളിക്യൂൾ on the basis set V1, V2, okay, where V1 and V2 are the bond vectors along the two OH bonds. And consider another matrix representation B of the same molecule in a new basis set U1, U2, such that U1 എന്നുള്ളത് V1, V2ൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ്, U2 എന്നുള്ളത് മറ്റൊരു ലീനിയർ കോമ്പിനേഷൻ ആണ്. അവരുടെ സൈന് മാത്രമേ വ്യത്യാസമുള്ളൂ. മാത്രമല്ല C2 എന്ന പോയിന്റ് ഗ്രൂപ്പിൻ്റെ ക്യാരക്ടർ ടേബിളിൽ ക്വസ്റ്റ്യനോടൊപ്പം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ബി. ബിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. സോ ആദ്യം പറയുന്നത് വാട്ടർ മോളിക്യൂൾ. സോ ഐ എം ഡ്രോയിങ് എ വാട്ടർ മോളിക്യൂൾ ഓവർ ഹിയർ ആസ് യു ക്യാൻ സി. വാട്ടർ മോളിക്യൂളിൻ്റെ കേസിലെ ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ് എ എന്നുള്ളത്. ആൻഡ് ആ എ എന്ന മെട്രിക്സ് റെപ്രസെൻറ്റേഷനുള്ളിൽ വരുന്ന രണ്ടാൾക്കാരാണ് വെക്റ്റർ V1 ഉം V2. അതിനോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നു, ഈ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? ദേ ആർ ദ ബോണ്ട് വെക്ടേഴ്സ് എലോങ് ദ ടു OH ബോണ്ട്സ്. ഈ രണ്ട് OH ബോണ്ട്സിന് എലോങ് ആയിട്ടുള്ള ബോണ്ട് വെക്ടേഴ്സ് ആണ് V1 ഉം V2 എന്നും പറയുന്നു. സോ ലെറ്റ് മീ മാർക്ക് ദ വെക്ടേഴ്സ് ലൈക്ക് ദിസ്. സോ ലെറ്റ് ദിസ് ബി വെക്ടർ V1 ആൻഡ് ലെറ്റ് ദിസ് ബി വെക്ടർ V2. ഓക്കെ, ഇതാണ് എൻ്റെ ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് അവർ പറയുന്നത് V1 ഉം V2. ഇനി അടുത്ത പറയുന്നത് എന്താ? അനദർ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. സോ എ എന്ന മെട്രിക്സിനകത്ത് ഉള്ള വെക്ടേഴ്സ് V1 ഉം V2 ആണെങ്കിൽ മറ്റൊരു മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ഏതാണ് മെട്രിക്സ്? ബി ആണ്. ആൻഡ് ബിയുടെ ഉള്ളിൽ വരുന്ന വെക്ടേഴ്സ് ഉള്ളത് V1 ഉം V2 അല്ല, മറിച്ച് U1 ഉം U2 ആണ്. ഇനി U1 ഉം U2 ആരാണ്? U1 എന്നാൽ V1 + V2 ഡിവൈഡ് ബൈ √2 ആണ്. U2 എന്നാൽ V1 - V2 ഡിവൈഡ് ബൈ √2 ആണ്. വിച്ച് മീൻസ് ഓൾറെഡി പറഞ്ഞിരുന്ന ആ ബോണ്ട് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ആണ് രണ്ടാമത് തന്നിട്ടുള്ള ബി എന്ന മെട്രിക്സിനുള്ളിലുള്ള വെക്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ ചോദിക്കുക ഇതാണ്, അങ്ങനെയാണെങ്കിൽ ആ ബി എന്ന ബി എന്ന മെട്രിക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസ് ഇവരിൽ ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത് ബി എന്ന മെട്രിക്സിനുള്ളിൽ U1 ഉം U2 ഉണ്ട്. ഓക്കെ, സോ U1 എന്ന വെക്റ്റർ ഈ പറയുന്ന 4 ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനിൽ ആർക്ക് അനുസരിച്ചാണ് ട്രാൻസ്ഫോംഡ് ആവുക എന്ന് നമ്മൾ കണ്ടെത്തണം. അതേപോലെ തന്നെ U2 എന്ന വെക്റ്ററും ഈ പറയുന്ന 4 ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസിൽ ആർക്കനുസരിച്ചാണ് ട്രാൻസ്ഫോംഡ് ആകുന്നത് എന്ന് കണ്ടെത്തണം. ആ ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസ് ആയിരിക്കും ബി എന്ന മെട്രിക്സിനുള്ളിൽ ഉൾപ്പെടാനായിട്ട് പോകുന്നത്. ഇതാണ് ബേസിക് ഐഡിയ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യം മനസ്സിലാകണം എന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് തിയറിയുടെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയെന്നാണ് വിചാരിക്കുന്നത്. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം. ഇനി ഈവൻ അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബാക്കി ശ്രദ്ധിച്ച് നോക്കുക, ഒരു പക്ഷേ അത് ക്ലിയർലി മനസ്സിലായേക്കാം. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ബി എന്ന വെക്ടറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബി എന്ന മെട്രിക്സിനുള്ളിലുള്ള U1. സോ U1 എന്ന വെക്ടർ ഇവിടുത്തെ 4 സിമെട്രി ഓപ്പറേഷൻസ് ഉണ്ട്: E, C2, സിഗ്മ V ആൻഡ് സിഗ്മ V'. ഓക്കെ, അപ്പോൾ 4 ആൾക്കാർക്ക് അനുസരിച്ച് U1 എങ്ങനെ മാറുമെന്ന് നോക്കാം. സോ ഓപ്പറേഷൻ E ആക്ടിങ് ഓൺ U1 ആൻഡ് ഓപ്പറേഷൻ C2 ആക്ടിങ് ഓൺ U1, ഓപ്പറേഷൻ സിഗ്മ V ആക്ടിങ് ഓൺ U1 ആൻഡ് അടുത്തത് ഓപ്പറേഷൻ സിഗ്മ V വൈസർ ആണ്. സോ ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് ആസ് സിഗ്മ V' ആക്ടിങ് ഓൺ U1. ഇവർക്കനുസരിച്ച് ഏത് തരത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം E എന്ന് വെച്ചാൽ ഐഡന്റിറ്റി ആണ്, വിച്ച് മീൻസ് ഡൂയിങ് നത്തിങ്. സോ നിങ്ങൾ U1ലേക്ക് ഡൂയിങ് നത്തിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് U1 എന്നുള്ളത് തന്നെയാണ്. ദെയർസ് നോ ചേഞ്ച്, റൈറ്റ്? ഇനി C2 ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ? C2 ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ആലോചിച്ച് നോക്കുക. C2 എന്നാൽ ഈ H2O C2 തന്നെയാണ്. അപ്പോൾ ഞാനിതിനെ ഒന്ന് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ് നമുക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. U1 എന്നാൽ അത് 1/√2 ടൈംസ് V1 + V2 ആണല്ലോ. സോ ഞാൻ ആ U1നെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തു. നൗ തിങ്സ് ആർ ഗെറ്റിംഗ് ലിറ്റിൽ മോർ സിംപ്ലിഫൈഡ് ബിക്കോസ് C2 ആക്ടിങ് ഓൺ 1/√2 ടൈംസ് V1 + V2 ആണ് നമ്മളിതിനെ കണ്ടെത്തേണ്ടത്. സോ ലെറ്റ് മീ ടേക്ക് ദിസ് എ സൈഡ്. ഞാൻ ഇതിനെ മാത്രം ഒന്ന് സൈഡിലേക്ക് മാറ്റുകയാണ്. എക്സ്ക്യൂസ് മീ. യെസ്, സോ 1/√2 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ് അല്ലേ? നമുക്കറിയുന്ന പോലെ 1/√2 കോൺസ്റ്റന്റ് ആണ്. സോ ഇഫ് ഐ എം ടേക്കിംഗ് 1/√2 ഔട്ട് സൈഡ്, ബാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്നത് C2 ആക്ടിങ് ഓൺ V1
പ്ലസ് വി ടു, V1 പ്ലസ് V2 C2 എങ്ങനെ ആക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതറിയാൻ വേണ്ടി കൂടുതലൊന്നും നമ്മൾ ആലോചിക്കണ്ട. C2 V1 ആക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, C2 V2 ആക്ട് എന്ത് സംഭവിക്കും, ജസ്റ്റ് നമ്മൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ മതിയാകും. സോ ദ ആൻസർ ബിക്കംസ് 1/√2 ടൈംസ്. ആലോചിച്ച് നോക്കുക, ഇതാണല്ലോ C2 ആക്സിസ് വാട്ടർ മോളിക്യൂളിലെ. നിങ്ങൾ C2 ചെയ്ത് കഴിഞ്ഞാൽ V1 നേരെ കറങ്ങി അവിടെ പോവും, V2 കറങ്ങി ഇവിടെ വരും. ഇതല്ലേ സംഭവിക്കാം. സോ ഇഫ് ഐ എം ഡൂയിങ് C2 ഓൺ V1, V1 will get transformed to V2 and V2 will get transformed to V1. ശരിയല്ലേ? ഇപ്പോൾ V1 മാറി V2 ആകും, V2 മാറി V1 ആകും. So I can write over here that C2 acting on V1 will give me V2 plus C2 acting on V2 will give me V1. So simply V1 plus V2 എന്നുള്ളത് മാറിയിട്ട് V2 plus V1 ആവും. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. 1/√2 ടൈംസ് V1 plus V2 എന്ന് പറഞ്ഞാലും 1/√2 ടൈംസ് V2 plus V1 എന്ന് പറഞ്ഞാലും അത് ആര് തന്നെയാണ്, U1 തന്നെയാണ്. Which means that I can write if my C2 is acting upon U1, that will be giving me U1 itself. അവിടെയും മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എൻ്റെ U1 ആയിട്ട് തന്നെയാണ് C2ൻ്റെ കേസിൽ നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സിഗ്മ വിയുടെ കേസ് ആലോചിച്ച് നോക്കാം. സോ സിഗ്മ വിയുടെ കേസിൽ ഇതാണ് സംഭവിക്കുക. ഇഫ് ഐ ആം ആക്ടിങ് സിഗ്മ വി ഓപ്പറേഷൻ ഓൺ U1, ഓക്കെ, ആലോചിച്ച് നോക്കുക, സിഗ്മ വി ആണ് ചെയ്യുന്നത്. സിഗ്മ വി എന്നാൽ എൻ്റെ മോളിക്കുലാർ പ്ലെയിൻ ആണ്. നമ്മൾ യൂഷ്വലി ഫസ്റ്റ് പറയുന്ന സിഗ്മയെ മോളിക്കുലാർ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഞാൻ അങ്ങനെ മോളിക്കുലാർ പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണല്ലോ മോളിക്കുലാർ പ്ലെയിൻ. വാട്ട് വിൽ ഹാപ്പൻ, ആ വെക്ടർ V1 അവിടെ തന്നെ ഉണ്ടാവും, വെക്ടർ V2 അവിടെ തന്നെ ഉണ്ടാവും. അവർക്ക് യാതൊരു മാറ്റമില്ലല്ലോ. സോ ഐ ക്യാൻ ഈസിലി റൈറ്റ് ദാറ്റ് മൈ സിഗ്മ വി ആക്ടിങ് ഓൺ U1 വിൽ ഗിവ് മി U1 ഇറ്റ് സെൽഫ്. അവിടെയും മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഓക്കെ, ആൻഡ് ഫൈനലി സിഗ്മ വി ഡാഷ് ആണ്. സോ സിഗ്മ വി ഡാഷ് ആക്ടിങ് ഓൺ U1 ഗിവ്സ് മി വാട്ട്, സിഗ്മ വി ഡാഷ് എന്താ ചെയ്യുക, സിഗ്മ വി ഡാഷ് എന്നാൽ ഈ കാണുന്ന മിറർ പ്ലെയിൻ ആണല്ലോ, ഇതാണല്ലോ. സോ വാട്ട് വിൽ സിഗ്മ വി ഡാഷ് ഡു, സിഗ്മ വി ഡാഷ് എന്ത് ചെയ്യും, നിങ്ങളുടെ V1 റിഫ്ലക്ട് ചെയ്ത് V2 ആക്കും, V2 റിഫ്ലക്ട് ചെയ്ത് V1 മാറ്റും. സോ വീണ്ടും ഒരു ഇൻ്റർചേഞ്ച് ആണ്. ബട്ട് അഗെയിൻ നിങ്ങളിവിടെ കണ്ടതുപോലെ തന്നെ ഏതാണ് U1 C2 ആക്ട് ചെയ്തപ്പോൾ കണ്ടതുപോലെ V1 മാറി V2 ആകും, V2 മാറി V1 ആകും. അപ്പോൾ നിങ്ങളുടെ എൻ്റെ റിസൾട്ട് എന്താ കിട്ടാൻ പോകുന്നത്, 1/√2 V2 plus V1 എന്ന് കിട്ടും. അത് വീണ്ടും U1 തന്നെയല്ലേ. ഞാൻ ആ സ്റ്റെപ്പുകൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ C2ൻ്റെ കേസിൽ കണ്ട സെയിം കാര്യങ്ങളാണ് ഇവിടെ കിട്ടാൻ പോകുന്ന റിസൾട്ട്. വീണ്ടും എന്ത് തന്നെ, U1 തന്നെ. വിച്ച് മീൻസ് ദാറ്റ് എൻ്റെ ഈ C2 സിഗ്മ വി ഡാഷ് എന്ന ഓപ്പറേഷൻസ് U1 എന്ന വെക്ടർ ചെയ്തപ്പോൾ എനിക്ക് U1 തന്നെയാണ് 4 കേസിലും തിരിച്ച് കിട്ടുന്നത്. വിച്ച് മീൻസ് മൈ ക്യാരക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ദീസ് ട്രാൻസ്ഫോർമേഷൻസ് ആർ ക്ലിയർലി 1 1 1 1. ഓക്കെ അല്ലേ? അതായത് U1 എന്ന വെക്ടർ ട്രാൻസ്ഫോംഡ് ആകുന്നത് 1 1 1 1 എന്ന ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ അനുസരിച്ചാണ്, വിച്ച് ഈസ് A1. അത് A1 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് ടുവേർഡ്സ് ബി എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും A1 വരണം. സോ A1 ഇല്ലാത്ത ഓപ്ഷൻ 3 ഞാൻ എലിമിനേറ്റ് ചെയ്തു. സോ ഇനി എനിക്ക് അടുത്ത് അറിയേണ്ടത് B1 ആണോ B2 ആണോ A2 ആണോ അടുത്തത് എന്നാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തുക, ഞാൻ ആകെ U1 എന്ന വെക്ടർ മാത്രം ചൂസ് ചെയ്തിട്ട് U1 ട്രാൻസ്ഫോംഡ് ആകുന്ന കാര്യങ്ങളല്ലേ ഇവിടെ ചെയ്തുള്ളൂ. ഇനി ആര് ബാക്കിയാണ്, U2 ബാക്കിയാണ്. U2 എന്നാൽ 1/√2 ടൈംസ് V1 മൈനസ് V2 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഫുൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ തന്നെ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിനി ജസ്റ്റ് ഇത് നോക്കിയിട്ട് ഏത് തരത്തിലാണ് മാറ്റം വരിക എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. സോ ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ ബാക്കിയാകുന്നത് ആകെ ഇത്ര മാത്രമാണ്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് E ആക്ട്സ് ഓൺ U2? ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് E ആക്ട്സ് ഓൺ C2? എക്സ്ക്യൂസ് മീ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് C ആക്ട്സ് ഓൺ U2? ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ വെൻ സിഗ്മ V ആക്ട്സ് ഓൺ U2 ആൻഡ് സിഗ്മ V ഡാഷ് ആക്ടിങ് ഓൺ U2? അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കേണ്ടുന്നത്. അപ്പോൾ ഓൾറെഡി അറിയുന്ന പോലെ തന്നെ ഈ U2 എന്ന വെക്ടറിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ്സ് ആക്ച്വലി ഡൂയിങ് നത്തിങ്. സോ നിങ്ങൾക്ക് U2 തന്നെ ആയിരിക്കും തിരിച്ചു കിട്ടുക, മാറ്റങ്ങളില്ല. ഇനി C2 ആക്ടിങ് ഓൺ U2, C2 U2 ആക്ടിൽ എന്താ സംഭവിക്കുക, നമ്മൾ മുന്നേ കണ്ടിരുന്നു അല്ലേ. എന്താ സംഭവിച്ചത്, 1/√2 V1 plus V2 ആയിരുന്നപ്പോൾ നിങ്ങൾ C2 ആക്ട് ചെയ്തപ്പോൾ V1 മാറി V2 ആയി, V2 മാറി V1 ആയി. ക്ലിയർ ആണല്ലോ? അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്, 1/√2 V2 plus V1 എന്ന് മാറി. അതായത് 1/√2 V1 plus V2 എന്നുള്ളത് മാറി എന്തായി, 1/√2 V2 plus V1 എന്നുള്ളതായി. എന്നാൽ U2ൻ്റെ കേസിലേക്ക് വരുമ്പോൾ U2 എന്ന വെക്ടർ ആക്ച്വലി 1/√2 ടൈംസ് V1 plus V2 അല്ല, മറിച്ച് V1 മൈനസ് V2 ആണ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ C2 ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, C2 U2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/√2 ടൈംസ് V1 മാറിയിട്ട് V2 ആകും, അതേപോലെ V2 മാറിയിട്ട് V1 ആവും. അപ്പോൾ ഇവിടെ എന്താണ് എഫക്റ്റീവ്ലി സംഭവിച്ചത്, V1 മൈനസ് V2 മാറി V2 മൈനസ് V1 ആയി. ശരിയല്ലേ? എക്സാക്ട്ലി നെഗറ്റീവായി. സോ വാട്ട് ഐ ക്യാൻ റൈറ്റ്,
C2 acting on U2 gives me negative of U2. U2ൻ്റെ നെഗറ്റീവ് ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ സിഗ്മ വി മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾക്കറിയാം മോളിക്കുലർ പ്ലെയിൻ ആണ്, വെക്ടേഴ്സിന് മാറ്റങ്ങളൊന്നും വരാനില്ല. സോ എഗെയിൻ ദാറ്റ് വിൽ ബി U2 ഇറ്റ് സെൽഫ്. പിന്നെയോ സിഗ്മ ബി ഡാഷ് ആലോചിച്ച് നോക്കൂ. സിഗ്മ ബി ഡാഷ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ പറഞ്ഞതുപോലെ V1 മാറി V2 ആകും, V2 മാറി V1 ആകും. സോ ഇവിടെ കിട്ടാൻ പോകുന്ന ഒരു നെഗറ്റീവ് റിസൾട്ടാണ്, വിച്ച് മീൻസ് നെഗറ്റീവ് U2 ആണ് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് അഗെയിൻ ദാറ്റ് ലീഡ്സ് us to another result that U2 എന്ന വെക്ടർ ട്രാൻസ്ഫോം ആകുന്നത് എങ്ങനെയാണ്? 1 -1 1 -1 എന്ന നിലയ്ക്കാണ്. ശരിയല്ലേ? സോ 1 -1 1 -1. So that will correspond to which irreducible representation? 1 -1 1 -1. B1 എന്ന irreducible representation അനുസരിച്ചാണ് U2 എന്ന വെക്ടർ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ബി എന്ന മെട്രിക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻസ് ആരൊക്കെയാണെന്നാണ്. ബി എന്ന മെട്രിക്സ് ഉള്ളത് U1 U2 അല്ലേ? U1 ട്രാൻസ്ഫോം ആകുന്നത് A1 അനുസരിച്ചാണ് ആൻഡ് U2 ട്രാൻസ്ഫോം ആകുന്നത് B1 അനുസരിച്ചാണ്. സോ മെട്രിക്സ് ഉള്ള ആൾക്കാർ A1 B1 ആയിരിക്കും. സോ ഓപ്ഷൻ എ ഈസ് യുവർ കറക്റ്റ് ആൻസർ ആൻഡ് ദാറ്റ്സ് ഹൗ വി സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഒരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ആണ് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ വേഗത്തിൽ എക്സാമിനേഷൻ ഉടനെ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ വീണ്ടും മനസ്സിലാക്കി റിവൈസ് ചെയ്ത് ഉറപ്പാക്കുക. ഓക്കെ, താങ്ക് യു.